എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജിഷ ടീച്ചറാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ടീച്ചറുടെ കയ്യിൽ നിന്നൊരു പുസ്തകം കിട്ടി. ആ പുസ്തകം മോറൽ സ്റ്റോറീസ് അല്ലേ, സാരോപദേശ കഥകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിലെ കുറച്ച് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് കരുതിയിട്ടാണ്. ദ വൂൾഫ് ഇൻ ഷീപ്പ് സ്കിൻ ആദ്യത്തെ കഥയാണ്. ടീച്ചർ വായിച്ചു തരാം, കേട്ടിരിക്കാം കേട്ടോ. A wolf was walking in the countryside. ഒരു ചെന്നാൽ വഴിയരികിലൂടെ നടന്നു പോയിരുന്നു. He found a sheep skin spread on the ground. ഒരു ഷീപ്പ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മരിയാടിൻ്റെ തോല് വഴിയരികിലായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. He thought, I wear this skin and mixed up with in a flock. ഞാൻ ഈ ചെമ്മരിയാടിൻ്റെ തോലെടുത്തണിയും, എന്നിട്ട് എന്ത് ചെയ്യും, ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിലേക്ക്, ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിലേക്ക് ഞാനങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. ദ ഷെപ്പേർഡ് വിൽ നോട്ട് സസ്പെക്ട് മീ. ഷെപ്പേർഡ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആട്ടിടയൻ, ആടിനൊക്കെ മേയ്ക്കുന്നത് അല്ലേ, എന്നെ എന്ത് ചെയ്യില്ല, എന്നെ സംശയിക്കില്ല. അറ്റ് നൈറ്റ് ഐ വിൽ കിൽ എ സ്റ്റൗട്ട് ഷീപ്പ്. രാത്രി ഞാൻ എന്ത് ചെയ്യും, ഒരു തടിച്ച ഒരു ഷീപ്പിനെ, ചെമ്മരിയാടിനെ കൊല്ലും. ആൻഡ് ദെൻ ടേക്ക് ഹിം എവേ വിത്ത് മീ. എൻ്റെ കൂടെ എന്ത് ചെയ്യും, അതിനെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകും. ദ വൂൾഫ് കവേർഡ് ഹിംസെൽഫ് വിത്ത് ദ ഷീപ്പ് സ്കിൻ ആൻഡ് ഗെറ്റ് മിക്സ്ഡ് അപ്പ് വിത്ത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ആ ചെമ്മരിയാട് കവേർഡ് ഹിംസെൽഫ് വിത്ത് ദ ഷീപ്പ് സ്കിൻ. ആ ഷീപ്പ് സ്കിന് അതിൻ്റെ ശരീരത്തിൽ അണിഞ്ഞു. ആൻഡ് ഗെറ്റ് മിക്സ്ഡ് അപ്പ് വിത്ത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. അതെന്ത് ചെയ്യൂ, ആട്ടിൻ കൂട്ടത്തിലേക്ക് അത് പോയി. ആസ് ഹി ഹാഡ് എക്സ്പെക്റ്റഡ് ദ ഷെപ്പേർഡ് ടുക്ക് ഹിം ഫോർ എ ഷീപ്പ്. അത് ചിന്തിച്ചതുപോലെ തന്നെ ആ ആട്ടിടയൻ ചെന്നായ എന്താണെന്ന് കരുതി, ഒരു ആടാണ് അല്ലെങ്കിൽ ഷീപ്പാണെന്ന് തന്നെ കരുതി. ആൻഡ് ഷട്ട് ഹിം ഓൾസോ ഇൻ ദ പെൻ. അതിനെന്ത് ചെയ്തു, ചെമ്മരിയാടുകളുടെ കൂടിനെയാണ് നമ്മളിവിടെ പെൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൽ അടച്ചു. The wolf was waiting at night. ആ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇപ്പോൾ, നമ്മളുടെ ചെന്നായുണ്ട്. അതെന്ത് ചെയ്യാണ്, രാത്രിയാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. The shepherd had a feast that night. അപ്പോൾ അന്ന് രാത്രി ഷെപ്പേർഡിന്, ആട്ടിടയന് ഒരു സദ്യ കൊടുക്കേണ്ടത്, ഒരു പാർട്ടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഈ സെൻഡ് എ സെർവൻറ്റ് ടു ഫെച്ച് എ ഫാറ്റ് ഷീപ്പ്. അപ്പോൾ ഷെപ്പേർഡ്, ആട്ടിടയൻ എന്ത് ചെയ്തു, സെർവൻറ്റിനെ പറഞ്ഞയച്ചു. എന്തിനെ, കുറച്ച് തടിച്ചിട്ടുള്ള ഒരു ഷീപ്പിനെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദ സെർവൻറ്റ് സോ ദ ഷീപ്പ് സ്കിൻ കവേർഡ് വോൾഫ് ബൈ ചാൻസ്. അപ്പോൾ സെർവൻറ്റ് ആരെയാണ് കണ്ടത്, നമ്മളുടെ ഈ ചെന്നായയാണ്, ആട്ടിൻ തോലിട്ട ചെന്നായയാണ് കണ്ടത്. ദാറ്റ് നൈറ്റ് ദ ഗസ്റ്റ് ഹാഡ് ദ വൂൾഫ് ഫോർ സപ്പർ. അന്ന് രാത്രി ഗസ്റ്റ് ഹാഡ് ദ വൂൾഫ് ഫോർ സപ്പർ. അപ്പോൾ ആ ചെന്നായെ എന്ത് ചെയ്തു, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊന്നു എന്നാണ് കഥ. ഇതിൻ്റെ മോറൽ എന്താണെന്നറിയോ, ഈവിൾ തോട്ട്സ് ഹാവ് ഈവിൾ എൻഡ്സ്. അതായത് താൻ കുഴിച്ച കുഴിയിൽ എന്ത് ചെയ്യുക, താൻ തന്നെ വീഴുക അല്ലേ. ഇനി അടുത്ത കഥ, ദ കൗസ് ആൻഡ് ദ ലയൺ. ഒരു സിംഹത്തിൻ്റെയും കുറച്ച് പശുക്കളുടെയും കഥയാണ്. ദർ വാസ് എ വില്ലേജ് നിയർ എ ജംഗിൾ. കാടിനടുത്തായിട്ട് അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ദ വില്ലേജ് കൗസ് യൂസ് ടു ഗോ അപ്പ് ടു ദ ജംഗിൾ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ദ വില്ലേജ് കൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഗ്രാമത്തിലുള്ള പശുക്കൾ യൂസ് ടു ഗോ അപ്പ് ടു ദ ജംഗിൾ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാടുകളിലേക്ക് പോവാറുണ്ടായിരുന്നു. ഇൻ ദ ഫോറസ്റ്റ് ദർ ലിവ്ഡ് എ വിക്ഡ് ലയൺ. അവിടെ വളരെ ക്രൂരനായിട്ടുള്ള ഒരു സിംഹം വസിച്ചിരുന്നു. ഹി യൂസ് ടു കിൽ എ കൗ നൗ ആൻഡ് ദെൻ ആൻഡ് ഈറ്റ് ഹർ. ഇപ്പം എന്ത് ചെയ്യും, അവിടെ വരുന്ന ഭക്ഷണം തേടി വരുന്ന പശുക്കളെയൊക്കെ അതെന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊന്നു തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് ഹാപ്പനിങ് ഫോർ ക്വൈറ്റ് സം ടൈം. കുറച്ച് കാലമായിട്ട് അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. The cows were frightened.
ഫ്രൈറ്റൻഡ്. ആ പശുക്കളൊക്കെ അതുകൊണ്ട് എന്തായിരുന്നു, വളരെ പേടിയോടെയായിരുന്നു ജീവിച്ചിട്ടുള്ളത്. വൺ ഡേ ഓൾ ദ കൗസ് ഹെൽഡ് എ മീറ്റിംഗ്. ഒരു ദിവസം ഈ പശുക്കളെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഒരു മീറ്റിംഗ് വെച്ചു. ആൻഡ് ഓൾഡ് കൗ സെഡ് ലിസൺ എവരിബഡി. അതിൽ കുറച്ച് പ്രായം ചെന്ന ഒരു പശു പറഞ്ഞു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. The land eats one of us only because we go into the jungle separately. നമ്മളെ ഈ സിംഹം പിടിച്ചു തിന്നാനുള്ള കാരണം നമ്മൾ ഇര തേടി അല്ലെങ്കിൽ ഭക്ഷണം തേടി നമ്മൾ കാട്ടിലേക്ക് പോകുന്നത് തനിയെ ആയതുകൊണ്ടാണ്. ഫ്രം നൗ ഓൺ വി വിൽ ഓൾ ബി ടുഗെദർ. ഇനി മുതൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പോവുക. ഫ്രം ദെൻ ഓൺ ഓൾ ദ കൗസ് വെൻറ്റ് ഇൻ ടു ദ ജംഗിൾ ഇൻ എ ഹേർഡ്. അതിനുശേഷം പശുക്കളെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരുമിച്ചാണ് ഇര തേടിയിട്ട് ഭക്ഷണം തേടിയിട്ട് കാട്ടിലേക്ക് പോയിരുന്നത്. വെൻ ദ ഹേർഡ് ഓർ സോ ദ ലയൺ. അതിനുശേഷം അവർ സിംഹത്തിനെ കാണുകയോ അല്ലെങ്കിൽ എന്താണ് ശബ്ദം കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓൾ ഓഫ് ദം യുണൈറ്റഡ്ലി മൂവ് ആൻഡ് ചേസ്ഡ് ഹിം അവേ. അവയെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരുമിച്ച് നിൽക്കും, ആ സിംഹത്തിനെ ഓടിച്ചു വിടുകയും ചെയ്യും. ഡിവൈഡഡ് വി ഫോൾ, യുണൈറ്റഡ് വി സ്റ്റാൻഡ്. ഐക്യമത്യം മഹാബലം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ശക്തിക്കും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ടീച്ചർ എന്ന മോറൽ സ്റ്റോറീസ് അല്ലെ, സാരോപദേശ കഥകളിൽ 2 കഥകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇഷ്ടമായ കഥകൾ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഇംഗ്ലീഷ് സ്റ്റോറീസുമായിട്ട് ടീച്ചർ വരാം. അതുവരെ സ്റ്റേ സേഫ്. താങ്ക് യു.